എക്സൽ ചലഞ്ച് 4ന്റെ ആൻസറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് എത്ര പേര് ഒരു മൈൻഡിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയിൽ നമുക്ക് നെയിം ഉണ്ട്, ലോഗിൻ ലോഗ് ഓഫ് ഡീറ്റെയിൽസ് ഉണ്ട്, ടൈം ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്. സൊല്യൂഷനിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ഗിവൻ ടൈം കിട്ടിയിട്ടുണ്ട്, ഒരു കട്ട് ഓഫ് ടൈം. അതായത് 15/9/2022 5 മണിക്ക് മുമ്പായിട്ട് എത്ര പേര് അവിടെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആസ് ഓൺ 5 o'clock എത്ര പേര് അവിടെ നിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടൈം ഡിഫറൻസ് കാണാം. ഒരു കോളം ഇൻസേർട്ട് ചെയ്യാണ്. ടൈം ഡിഫറൻസ് എന്ന് ഹെഡിങ് കൊടുക്കാം. ഈക്വൽ ടു ഈ ഒരു സെല്ല് ടൈം ഡിഫറൻസ് മൈനസ് ക്വസ്റ്റ്യനിലുള്ള ടൈം എൻ്റർ ചെയ്യാം. ഇത് താഴെ വരെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇത് ടൈം ഫോർമാറ്റിലാണ് വന്നിരിക്കണേ. ഇത് മാറ്റാനായിട്ട് ഹോം ടാബിൽ കോമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ ഫോർമാറ്റ്, നമ്പർ ഫോർമാറ്റായി. ഇത് താഴെ വരെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ലെഫ്റ്റിൽ വരുന്നു, താഴെ വരുന്നു, കൺട്രോൾ ഡൗൺ, റൈറ്റിൽ വരുന്നു, റൈറ്റ് ആരോ, കൺട്രോൾ ഷിഫ്റ്റ് അപ്പ്, കൺട്രോൾ ഡി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പേസ്റ്റ് ആയി. പക്ഷേ ഇതിൽ ഫസ്റ്റത്തെ സൊല്യൂഷനിലുള്ള നമ്പർ വാല്യൂ കട്ട് ഓഫ് ടൈം നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കാൻ വിട്ടുപോയി. അതൊന്ന് കോൺസ്റ്റൻ്റ് ആക്കണം. അതുകൊണ്ടാണ് ഈ എറർ വരുന്നത്. കോൺസ്റ്റൻ്റ് ആക്കി അഗെയിൻ നമ്മളൊന്ന് നമ്പർ ഫോർമാറ്റ് ആക്കുന്നു. ദെൻ താഴത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. കൺട്രോൾ ഡി. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നു. പക്ഷേ കുറച്ച് നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. ഈ നെഗറ്റീവ് വാല്യൂസിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നെഗറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് ടൈമിന് ശേഷം ലോഗിൻ ലോഗ് ഓഫ് ചെയ്തവരാണ്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് അവോയ്ഡ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് അങ്ങനെ വരുന്നവർക്ക് NA കൊടുക്കണം. അതായത് നെഗറ്റീവ് വാല്യൂ വരുന്നവർക്ക് NA. നെഗറ്റീവ് വാല്യൂ വരുന്നവർക്ക് NA കൊടുക്കാനായിട്ട് നമ്മൾ ഇഫ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാൽക്കുലേഷൻ ഇഫ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുന്നു. ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, വൺ മോർ ബ്രാക്കറ്റ്, ഈ ഒരു കാൽക്കുലേഷനായിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇത് ലെസ് ദാൻ 0 ആണെങ്കിൽ കോമ കാണിക്കേണ്ടത് NA എന്നാണ്, കോമ അല്ലെങ്കിൽ കാണിക്കേണ്ടത് ആ കാൽക്കുലേഷനാണ്. അപ്പോൾ അഗെയിൻ ആ കാൽക്കുലേഷൻ എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ, കട്ട് ഓഫ് ടൈം സെലക്ട് ചെയ്യുന്നു, സെല്ല് സെലക്ട് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആക്കാൻ F4 കൊടുക്കുന്നു, മൈനസ് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുന്നു, സെല്ല് സെലക്ട് ചെയ്യുന്നു, ടൈമിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഇഫിന് ഒരു ബ്രാക്കറ്റ് കൂടി ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇത് താഴത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് മാറി NA എന്ന് വന്നു. അപ്പോൾ ആ സൈഡ് ഓക്കെ ആയി. ഇനി നമുക്ക് ഓരോ നെയിമിനും നേരെയുള്ള ലീസ്റ്റ് ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഈ നെയിം ഒന്ന് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നെയിം കോപ്പി ചെയ്യുന്നു, സൊല്യൂഷനിലോട്ട് വരുന്നു, ഏറ്റവും ലെഫ്റ്റിലായിട്ടുള്ള നെയിമിൻ്റെ ഏരിയയിൽ അതൊന്ന് വാല്യൂ പേസ്റ്റ് ചെയ്യുന്നു. ഈ കംപ്ലീറ്റ് ഡാറ്റയിൽ നമുക്ക് യുണീക്ക് നെയിംസ് മാത്രം മതി. അത് യുണീക്ക് നെയിംസ് കിട്ടാനായിട്ട് ഡാറ്റ ടാബിൽ ആ ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു, കണ്ടിന്യൂ വിത്ത് കറന്റ് സെലക്ഷൻ, ക്ലിക്ക് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ആയി. 459 ആണ് യുണീക്ക് ആയിട്ടുള്ള നെയിംസ് ഉള്ളത്. ഇനി നമുക്കിവിടെ ഇതിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് മിൻ ഇഫ്സ് ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടുള്ള മിനിമം വാല്യൂ ഫൈൻഡ് ചെയ്ത് തരലാണ് മിൻ ഇഫ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, കണ്ടീഷൻ നമ്മുടെ നെയിമാണ്. അപ്പോൾ ഓരോ നെയിമിൻ്റെയും മിനിമം വാല്യൂ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഈക്വൽ ടു മിൻ ഇഫ്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, മിനിമം റേഞ്ച് എന്ന് പറയുന്നത് ടൈം ഡിഫറൻസിൻ്റെ കോളം ആണ്, സെലക്ട് ചെയ്തു, കോമ. അടുത്തത് കണ്ടീഷൻ്റെ റേഞ്ചാണ്, അത് നെയിമിൻ്റെ റേഞ്ചാണ് നമ്മുടെ ക്രൈറ്റീരിയയുടെ റേഞ്ച്, കോമ. ഇനി സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെല്ലാണ്, നെയിമാണ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ആളുടെ മിനിമം വാല്യൂ കിട്ടി. ഇത് മൊത്തത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്യണം. ലെഫ്റ്റിൽ വരുന്നു, താഴെ വരുന്നു, റൈറ്റിൽ വന്ന് കൺട്രോൾ ഷിഫ്റ്റ് അപ്പ്, കൺട്രോൾ ഡി. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി ഇത് ബേസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ആക്ഷൻ കാണേണ്ടത്. അപ്പോൾ ജെൻകിൻ ഗാരത്തിൻ്റെ ലാസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് പല വാല്യൂസ് ഉണ്ടാവും. നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. പകരം നമ്മളിതിൻ്റെ ഒരു യുണീക്ക് വാല്യൂ ആക്കാനായിട്ട് നമ്മൾ നെയിമും അതേപോലെ ടൈം ഡിഫറൻസും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കീ ക്രിയേറ്റ് ചെയ്യും. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. സോ ഒരു കോളം ഇൻസേർട്ട് ചെയ്യുന്നു, ഹെഡിങ് കൊടുക്കുന്നു, നെയിം ആൻഡ് ടൈം ഡിഫറൻസ്, ജോയിനിങ് ആണ്, ഈക്വൽ ടു ജെൻകിൻ ഗാരത്ത് ആൻഡ് ടൈം ഡിഫറൻസ്. ഇതാണ് ആ കോമ്പിനേഷൻ. ഇത് താഴെ വരെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ കിട്ടി. ഇതാണ് നമ്മുടെ യുണീക്ക് വാല്യൂ. സോ ഈക്വൽ ടു VLOOKUP എടുക്കുന്നു. അതിൻ്റെ ഫൈൻഡിങ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ നെയിം ആൻഡ് ഇവിടെ കിട്ടിയ മിനിമം വാല്യൂ, കോമ. ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ടേബിളാണ്. അപ്പോൾ ഈ ഒരു കീ കോളം തൊട്ട് ലാസ്റ്റത്തെ ലൊക്കേഷൻ വരെ, കാരണം അതുവരെ നമുക്ക് എടുക്കേണ്ട വാല്യൂസ് ആണ്. അപ്പോൾ ഇത് ആദ്യമേ നമുക്ക് സെലക്ട് ചെയ്തേക്കാം, കോമ. രണ്ടാമത്തെ കോളത്തിലാണ് ലോഗിൻ ലോഗ് ഓഫ് ഡീറ്റെയിൽസ് ഉള്ളത്, ലാസ്റ്റ് ആക്ഷൻ ഉള്ളത്, കോമ. 2 എന്ന് ടൈപ്പ് ചെയ്തു, 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പം ലോഗോൺ ആണെന്ന് മനസ്സിലായി. അതേപോലെ എല്ലാവരുടെയും വേണം, കോപ്പി പേസ്റ്റ് ചെയ്യുന്ന താഴെ വരെ. അപ്പോൾ കുറച്ച് പേരുടെ എറർ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ 0 എന്നായിരിക്കും, അല്ലെങ്കിൽ NA എന്നായിരിക്കും വാല്യൂ നമ്മൾ
ഇഫ് എററിൽ ഇഫ് ഫംഗ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എന്നെ വരുന്നവർ അല്ലെങ്കിൽ ഈ എറർ വരുന്നവരെ നമുക്ക് ഒഴിവാക്കണം. അവർ 15th ശേഷം ലോഗിൻ ചെയ്ത ഡാറ്റയും കൂടി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഇഫ് എറർ ഫംഗ്ഷൻ കൊണ്ടുവരുന്നു. ഇഫ് എറർ കൊണ്ടുവരുന്നു, സെലക്ട് ചെയ്യുന്നു, കോമ എറർ ആണെങ്കിൽ എന്നെ എന്ന് വരണം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, താഴെ വരെ ഒന്നുകൂടി കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ എറർ മുഴുവൻ പോയി എന്നെ എന്നാണ് ഇപ്പോൾ പ്രാവശ്യം വരുന്നത്. ഇനി ലാസ്റ്റ് ആക്ഷൻ ടൈമും ഇതേപോലെ കിട്ടണം. അപ്പോൾ നമുക്ക് സെയിം ഫോമുലയാണ്, ആകെ കോളം ഇൻഡെക്സ് നമ്പർ മാത്രമേ മാറുള്ളൂ. അപ്പോൾ ഇത് രണ്ട് കോപ്പി പേസ്റ്റ് ചെയ്തു. ഇതിൻ്റെ കോളം ഇൻഡെക്സ് നമ്പർ 3 ആണ്, തൊട്ടപ്പുറത്താണ്. ലൊക്കേഷൻ ഒന്ന് പോയി കൗണ്ട് ചെയ്തിട്ട് വരാം. 1, 2, 3, 4, 5. 5ാമത്തെ കോളത്തിലാണ് ലൊക്കേഷൻ വരുന്നത്. ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. 2 എന്നുള്ളതിന് പകരം അത് 5 എന്നാക്കുന്നു. താഴെ വരെ സെലക്ട് ചെയ്യുന്നു. 2 കോളംസ് മേലെ വരെ Ctrl+D, താഴെ വരെ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ലൊക്കേഷനും കിട്ടി. ഇനി ഓരോ ലൊക്കേഷനിലും എത്ര പേരാണ് ട്രാപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയണം. അതിനായിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ വരുന്നു. ക്വസ്റ്റ്യനിൽ ലൊക്കേഷൻസിൻ്റെ യുണീക്ക് വാല്യൂസ് വരണം. അപ്പോൾ കോപ്പി എടുക്കുന്നു, സൊല്യൂഷനിൽ വന്നിട്ട് ഇതൊന്ന് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിലത്തെ യുണീക്ക് വാല്യൂസ് മാത്രം മതി. സോ ഡാറ്റ ടാബിൽ നമ്മളിവിടെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. കണ്ടിന്യൂ വിത്ത് കറന്റ് സെലക്ഷൻ, ഇത് മാത്രം മതി. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ആയി. ആകെ 16 വാല്യൂസ് ആണ് ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ കൗണ്ട് കാണാം. അപ്പോൾ ഓരോ ലൊക്കേഷനിലുമുള്ള കൗണ്ട് കാണാനായിട്ട് കൗണ്ട് ഇഫ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യണേ. എത്ര പ്രാവശ്യം ലൊക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 കണ്ടീഷൻ ഉണ്ട്. നമുക്ക് എല്ലാവരുടെ കൗണ്ടും വേണ്ട. ഓരോ ലൊക്കേഷനിലും ലാസ്റ്റ് ലോഗിൻ ആയിട്ടുള്ളവരുടെ മാത്രം മതി. കാരണം ലോഗ് ഓഫ് ആയവർ എന്നതിൻ്റെ അർത്ഥം എന്താ, അവർ ഓൾറെഡി ലോഗ് ഓഫ് ചെയ്ത് പോയി എന്നാണ്. ലോഗിൻ ആയിട്ട് നിൽക്കുകയാണ്, ലോഗ് ഓഫ് അല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഇപ്പോഴും ആ മൈൻഡ് ഉള്ളിലുണ്ട്, അങ്ങനെയാണ്. സോ ഈക്വൽ ടു കൗണ്ട് ഇഫ്സ് ഫംഗ്ഷൻ സെലക്ട് ചെയ്തു. ആദ്യം ലൊക്കേഷൻ ഫുൾ സെലക്ട് ചെയ്തു, കോമ ലൊക്കേഷൻ്റെ ക്രൈറ്റീരിയ കൊടുത്തു, കോമ അടുത്തത് ലാസ്റ്റ് ആക്ഷൻ സെലക്ട് ചെയ്തു, കോമ അതിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് ലോഗോൺ ടൈം എന്ന് പറഞ്ഞ സെല്ല് തന്നെ ഒരെണ്ണം കോൺസ്റ്റന്റ് ആക്കി കൊടുക്കുന്നു. കാരണം അത് മൂവ് ചെയ്യാൻ പാടില്ല. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ആദ്യത്തെ ലൊക്കേഷനിൽ 34 പേരുണ്ട്. അങ്ങനെ താഴത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഒരു ടോട്ടൽ എടുക്കാം. അപ്പോൾ ടോട്ടൽ 50. അപ്പോൾ ഓരോ ലൊക്കേഷനിലും ഇങ്ങനെ 50 പേരോളം കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സോ ഇത് ചെയ്ത ഫംഗ്ഷൻസും ഫോർമുലാസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് പറയാം. ഇതല്ലാതെ ഇതിലും ബെറ്റർ സൊല്യൂഷൻ ഉണ്ടാവാം, ഡെഫിനറ്റ്ലി ഉണ്ടാവാം. വേറെയും സൊല്യൂഷൻസ് ഉണ്ടാവാം. എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയുന്നത് ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. സോ താങ്ക് യു. ഇനി അടുത്തൊരു ചലഞ്ചായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.